ഒക്കെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് സൂക്ഷിച്ചു. നേരിടമായിരുന്ന എല്ലാ അനർത്ഥങ്ങളും അപകടങ്ങളും ഞങ്ങളെ പരിപാലിച്ചത് ഓർത്തുന്ന നീയോടെ സ്തോത്രം. കർത്താവേ, അനർത്ഥങ്ങളും അപകടങ്ങളും ദോഷങ്ങളൊക്കെ സംഭവിക്കാമായിരുന്ന സ്ഥാനത്ത് ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ജോലി കാര്യങ്ങളിൽ, ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ പരിപാലിച്ച, ഞങ്ങളെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ കൃപകൾക്കായി, സ്നേഹത്തിനായി, കരുതലിനായി ഞങ്ങൾ നന്ദിയോടങ്ങിക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ സമയത്തിന് സന്നിധാനത്തിൽ അടുത്ത് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായ അനുഗ്രഹമായി, വലിയ നന്മയാക്കി ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിവാൻ, വലിയ ദൈവകൃപ ഞങ്ങൾ പ്രാപിപ്പാൻ, വലിയ വിടുതലുകൾ അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സന്നിധാനത്തിൽ കടന്നു വന്ന് വെറുതെ മടങ്ങിപ്പോകാതെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവത്താൽ വിടുവിക്കപ്പെട്ടവരായി സന്തോഷത്തോടെ മടങ്ങിപ്പോവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധാനത്തിൽ കടന്നു വന്നത് അവിടുത്തെ നാമത്തിനും മഹത്വമായി തീരുവാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് കാരണമായി തിരുടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ മധ്യ കൊണ്ട് നരളി ചെയ്ത കർത്താവ് വാഗ്ദത്ത പ്രകാരം ഞങ്ങളുടെ മധ്യ എഴുന്നള്ളി വന്നിരിക്കയാൽ സ്തോത്രം. അവിടുത്തെ ശക്തിയോടെ ഞങ്ങളെ നിറച്ചിരിക്കയാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അധികമായി ദൈവകൃപ പകർന്ന് ഞങ്ങളെ മാനിച്ചാദരിക്കണം. കൂട്ടിവരുത്തിയ എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ആളാം പ്രതി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. കടന്നുവരുള്ള പ്രിയപ്പെട്ടവരെ എത്ര വേഗം കൂട്ടി വരുത്തണമേ. വഴിമധ്യായിരിക്കുന്നവരെ സൂക്ഷിക്കണമേ. വാഹനങ്ങളെ നിയന്ത്രിച്ച് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഉത്സാഹത്തോടെ ക്ഷേമത്തോടെ അതിൽ എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആത്മാവിൽ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്യണമേ. അവിടുത്തെ വിലയേറിയ മേശ ഞങ്ങളുടെ മധ്യം ഉണ്ടല്ലോ. ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ, വകപ്പാടുകൾ ഓർക്കുവാൻ, അങ്ങേ ഒന്നുകൂടെ സ്നേഹിപ്പാൻ, ഒന്നുകൂടെ അങ്ങയോട് അടുക്കുവാൻ കർത്താവേ സ്തോത്രത്തിൽ പങ്കെടുക്കുന്ന നിമിത്തം ഹല്ലേലൂയ ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിലും ഹല്ലേലൂയ അങ്ങയുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ഒരിക്കൽ കൂടെ ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവേ ഒന്ന് പുതുക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ മേശയിൽ പങ്കുകാരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒന്നുകൂടെ കഴുകി ശുദ്ധീകരിക്കണമേ. കുഞ്ഞാണ്ട് വിലയേറിയതാൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ കർത്താവേ. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി ഹല്ലേലൂയ സ്തോത്രം. ദൈവമേ മേശയിൽ പങ്കുകാരായി ഇത്ര അനുഗ്രഹിക്കപ്പെട്ട് വിടുവിക്കപ്പെട്ടവരായി സന്തോഷത്തോടെ മടങ്ങിപ്പോടയാക്കണമേ. ആത്മാവിൽ പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തണമേ. ആത്മാവിൽ സൂക്ഷിപ്പാൻ ബലപ്പെടുത്തണമേ. ആദ്യോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഭരിച്ച് നിയന്ത്രിക്കണം. സന്നിധാനബോധത്തോടും ഏകാഗ്രതയോടും ഭയഭക്തിയോടും തൃപാദാന്തികയായിരിക്കാൻ ഞങ്ങളെ സഹായിക്കും. ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. ദൈവം ബലപ്പെടുത്തണമേ. ആത്മാവിൽ പാടുവാൻ ബലപ്പെടുത്തും. ചേർന്ന് പാടി അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് സ്തോത്രഗീതം പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാമല്ലോ. വന്ദനം ചെയ്തിടുവിൻ ശ്രീ യേശുവേ, വന്ദനം ചെയ്തിടുവിനുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വന്ദനം ചെയ്തിടുവേൻ ശ്രീയേശുവേ, വന്ദനം ചെയ്തിടുവേൻ നിരന്തരം, വന്ദനം ചെയ്തിടുവേൻ ശ്രീയേശുവേ, വന്ദനം ചെയ്തിടുവേൻ സന്തതം സകലരും സന്തോഷധ്വനിയാൻ, സന്തതം സകലരും സന്തോഷധ്വനിയാൻ സ്തോത്ര സംഗീതം പാടി, സ്തോത്ര സംഗീതം പാടി ശ്രീയേശുവേ, വന്ദനം ചെയ്തിടുവേ നിരന്തരം, വന്ദനം ചെയ്തിടുവേ ശ്രീയേശുവേ, വന്ദനം ചെയ്തിടുവേ രാജിത മഹസലും മാമനുസുതനെ, രാജിത മഹസലും മാമനുസുതനെ, രാജസമ്മാനിതനെ, രാജസമ്മാനിതനെ ശ്രീയേശുവേ, വന്ദനം ചെയ്തിടുവേ നിരന്തരം, വന്ദനം ചെയ്തിടുവേ ശ്രീയേശുവേ, വന്ദനം ചെയ്തിടുവേ.
വന്ദനം ചെയ്തിടുവേ ചെയ്തിടുവേ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ നിരന്തരം വന്ദനം ചെയ്തിടുവേ ശ്രീയേശുവേ ഓ ഹല്ലേലൂയ praise the Lord amen hallelujah 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 praise the Lord hallelujah thank you Jesus thank you Jesus thank you glory to God hallelujah 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 praise the Lord hallelujah kruba യേശുവിന്റെ മഹത്വം hallelujah hallelujah praise the Lord hallelujah amen hallelujah 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 praise the Lord hallelujah Glory to God, Jesus. Ramana Handana Divalagam Shaida Malagadiri. Dhuramalagadaga Shamdane. Hallelujah, hallelujah. Thank you, Jesus. ഈ രാവിലെ സമയം ദൈവത്തിന്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പാടുവാൻ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. ഇന്ന് രാവിലെ സമയം ഒരുക്കപ്പെട്ട മനസ്സോടെ, ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്കിടയായി തീരട്ടെ. ദൈവത്തിന്റെ സന്നിധാനത്തിൽ നാം കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായി അനുഗ്രഹമായി ഭവിക്കേണ്ടതിനായി, ദൈവനാമത്തിന് മഹത്വമായി പുകഴ്ചയായി തീരേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. നമ്മെ തന്നെ ഒന്നുകൂടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ആകത്തുക നന്നായി അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിന്റെ വിചാര വികാരങ്ങൾ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. മറ്റൊരാളുടെ സാക്ഷ്യം കൂടാതെ നാം ആരായിരിക്കും, നാം എന്തായിരിക്കും അറിയ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇന്ന് പകൽ വേള നമ്മെ തന്നെ സമർപ്പിപ്പാനിടയായി തീരട്ടെ. ഓ ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നോട് അടുത്ത് വരുവീരുന്നാൽ ഞാൻ നിങ്ങളോടും അടുത്ത് വരുമെന്നുള്ള തിരുവചന പ്രകാരം ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമുക്കൊന്നുകൂടെ അടുത്ത് ചെല്ലുവാനിടയാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽവേള നമ്മുടെ ജീവിതത്തിൽ വിടുതലിന്റെ പകൽവേളയായി തീരുവാൻ, ദൈവീയ അനുഗ്രഹം പ്രാപിക്കുന്ന പകൽവേളയായി തീരുടയാകേണ്ടതിന് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കട്ടെ, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നാം ദൈവസന്നിധാനത്തിൽ കടന്നു ദൈവത്തെ ആരാധിപ്പാനാണ്. നാം മൗനമായി ഇരിപ്പാൻ വന്നവരല്ല. ദൈവത്തെ സ്തുതിച്ച് ആരാധിപ്പാനിടയാകട്ടെ. ദൈവത്തിന് ആരാധന അർപ്പിപ്പാൻ, ദൈവത്തിന് സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിപ്പാൻ കടന്നു വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ വായ്കളെ തുറന്ന് ശക്തമായി നമ്മുടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വം കൊടുക്കട്ടെ. ഇവിടെ സന്നിധാനം നമ്മുടെ ബലമാണല്ലോ. ഏത് പകൽവേള ദൈവത്തിലുള്ള ബലം നാം അനുഭവിച്ചറിവാൻ, ദൈവിക വിടുതൽ നാം അനുഭവിച്ചറിവാൻ എന്നൊക്കെ വേണം. ദൈവത്തിന്റെ സന്നിധിയിലുള്ള സന്തോഷം നാം അനുഭവിച്ചറിവാൻ, ദൈവത്തോടുള്ള നമ്മ സ്നേഹം ഇന്ന് പകൽവേള ഒന്നുകൂടെ വർദ്ധിച്ചു വരുവാൻ എന്നൊക്കെ വേണം. നമുക്കിടയായി തീരട്ടെ.
നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ ഓർക്കുവാൻ, നമ്മെ സ്നേഹിച്ച ആ സ്നേഹം എത്ര വലിയതെന്ന് ഓർക്കുവാൻ ഇന്ന് പകൽ വേള നമുക്കിടയായി തീരട്ടെ. നമ്മെ തന്നെ സമർപ്പിക്കാം. ഏൽപ്പിച്ചു കൊടുക്കുക. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരണം. പാടുവാൻ നമ്മെ ബലപ്പെടുത്തി പിന്നെ ആത്മാവിൽ പാടി ദൈവത്തെ മുഖത്തപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. തുടർന്ന് എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ, നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവകരങ്ങളെ സമർപ്പിച്ച് നാം ഏൽപ്പിച്ചു കൊടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. Praise you, Jesus. അങ്ങേ ആത്മാവിന്റെ സത്യത്തിൽ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പിന്നെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളെ കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പാൻ തൊക്കണം. ഞങ്ങളെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ നല്ല ആരാധന കഴിപ്പാൻ തൊക്കണം. ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ. കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ ജനത്തിനായി അങ്ങേ സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ. ഇന്ന് ശുശ്രൂഷ എല്ലാം ദൈവനാമ മഹത്വമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ ശക്തമായി എടുത്ത് ഉപയോഗിക്കണമേ. ദൈവകൃപ പകരണമേ. ഹല്ലേലൂയ. വചനത്തോട് ഞങ്ങൾ സംസാരിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, വചനം ശുശ്രൂഷിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവേ, ഞങ്ങൾ ഹൃദയങ്ങളോട് കർത്താവേ ഇടപെടുവാൻ തക്കണം. ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ ഒരുക്കി ദൈവസന്നിധിയിൽ കാത്തിരിപ്പാൻ തക്കണം. ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയത്തിൽ വിളയുന്ന വിത്ത് ഹല്ലേലൂയ 60-100 മേനി വിളയുവാൻ തക്കണം. ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ക്ഷമയോടെ ദൈവവചനത്തെ ഹല്ലേലൂയ കേൾക്കുവാൻ, ഹല്ലേലൂയ അത് ഏറ്റെടുക്കുവാൻ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ഹല്ലേലൂയ. അങ്ങയുടെ ബലമുള്ള കരത്തിൽ ഞങ്ങളെ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുകരിക്കട്ടെ ഗാനങ്ങളെ ഹല്ലേലൂയ പാടുവാൻ ദൈവം കൃപ ചെയ്യുന്നില്ല. പിന്നെയും കർത്താവേ, അങ്ങേ സന്നിധിയിൽ പാടി സ്തുതിപ്പാൻ ഹല്ലേലൂയ ദൈവകൃപ അനുഭവിപ്പാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം ഞങ്ങളുടെ ബലമാണല്ലോ. ഹല്ലേലൂയ. ഇന്നേ ദിവസം കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ സന്നിധിയിൽ സന്തോഷിച്ച് ബലം പ്രാപിച്ച് ദൈവകൃപ അനുഭവിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ, ഒരാഴ്ച വിജീവിക്കാനുള്ള ദൈവകൃപ ഹല്ലേലൂയ ഞങ്ങൾ സംഭരിച്ചുകൊണ്ട് കടന്നു പോകാൻ തൊക്കണം. ദൈവം ഞങ്ങളെ ഇടയാക്കണമേ. ഹല്ലേലൂയ. കടന്നു നല്ല ജനത്തിനായി ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി എല്ലാ ശുഭതകളെ ദൈവം നൽകണമേ. ഹല്ലേലൂയ. ആവശ്യമായ എല്ലാ ദൈവകൃപ പകരണമേ. കർത്താവേ, മക്കളെ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ മറ്റേ ഹല്ലേലൂയ ഇന്നേ ദിവസം കർത്താവേ, ഹല്ലേലൂയ വിടുതൽ കാണുവാൻ തൊക്കണം. ദൈവം ഇടയാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് മാത്രം ഹല്ലേലൂയ അറിയുന്ന ഹല്ലേലൂയ ആ വിഷയത്തെ ദൈവത്തിന് വലിയ പ്രവൃത്തി കാണുവാൻ തൊക്കണം. ഹല്ലേലൂയ കർത്താവേ ഇടിയാക്കിയെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ പിന്നെ അവളുടെ മുഖം വാടിയതില്ല എന്ന് ദൈവവചനം പറയുമ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ കർത്താവേ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയങ്ങളെ പകരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ തൊക്കണം. വരും ദിവസങ്ങളിൽ ദൈവമേ ഞങ്ങൾ ഇടിയാക്കണം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ പകരണമേ. പുതിയ ശക്തിയാൽ പുതിയ കൃപകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷ എല്ലാം അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ. കർത്തമേശ ഞങ്ങളുടെ മധ്യയിൽ ഉണ്ടല്ലോ. ഹല്ലേലൂയ അത് പ്രാഗൽഭ്യത്തോടെ ഞങ്ങൾ പങ്കെടുപ്പാൻ തൊക്കണം. ദൈവം ഞങ്ങളെ ഇടിയാക്കണമേ. ഹല്ലേലൂയ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിറയ്ക്കണം. വേദനയിൽ ഭാരതത്തിലൂടെ കഴിയുന്നവരെ ഏൽപ്പിക്കുന്നു. ദൈവ സമാധാനത്തിൽ അവരെ നിറയ്ക്കണമേ. ഹല്ലേലൂയ അങ്ങയുടെ വചനം പറയുന്ന പോലെ തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിക്കുവേൻ. ഹല്ലേലൂയ യഥാസ്ഥാനപ്പെടുവേൻ. ഹല്ലേലൂയ ആശ്വസിച്ചു കൊള്ളുവേൻ. ഹല്ലേലൂയ ഏക മനസ്സോടെ ഇരിപ്പേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ സമാധാനത്തിൽ ജീവിപ്പേൻ. എന്നാൽ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ ഞങ്ങളോട് കൂടി ഇരിക്കുന്ന സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ദൈവത്തിന് ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ വീഴാതെ ഞങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുന്ന ദൈവത്തിന്റെ സന്നിധി ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളും അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥനയുടെ സ്തോത്രം യേശുക്രിസ്തു ധന്യ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 25-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മുഖത്തുപെടുത്താം. 25-ാം സങ്കീർത്തനം, സാം നമ്പർ 25. ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം. യഹോവേ, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ച് പോകും. യഹോവേ, നിന്റെ വഴികൾ എന്നെ അറിയിക്കണമേ. എന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ.
ദിവസം മുഴുവൻ ഞാൻ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവേ, നിന്റെ കരുണയും ഓർക്കണമേ, അവ പണ്ടേ ഉള്ളവയല്ലോ. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ നിയമം സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. യഹോവേ, എന്റെ അകൃത്യം വലുത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. യഹോഭക്തനായ പുരുഷനാൽ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവൻ കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും, അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഹിതം അവന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. എന്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എന്നിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, അനേകാകിയും മനുഷ്യനുമാകുന്നു. എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, എന്റെ സങ്കടങ്ങളിൽ തന്നെ വിടുവിക്കണമേ. എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ, എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എന്റെ ശത്രുക്കളെ നോക്കണമേ, അവർ പെരുകിയിരിക്കുന്നു, അവർ കഠിനദേശത്തോടെ നിവേദിക്കുന്നു. പ്രാണനെ കാത്തന്നെ വിടിയിക്കണമേ, എന്നെ ശരണമാക്കിയിരിക്കാൻ ഞാൻ ലജ്ജിച്ചു പോകരുത്. ചേർന്ന് പാടാം. നിഷ്കളങ്കതയും നേരുവരെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിന്നിൽ പ്രത്യാശ വെച്ചിരിക്കുന്നല്ലോ. ദൈവമേ, ഇസ്രായേലിനെ അവർ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യഹോവേ, ജനതകളിലേക്ക് മനസ്സുയർത്തുന്നു, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ച് പോകരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാവിലെ സമയം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സുയർത്തുവാൻ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. അല്ലെ, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദൈവം നമ്മെ പരിപാലിച്ചു, നമ്മെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന്, പ്രാണഭയത്തിൽ നിന്നൊക്കെയും നമ്മെ വിടുവിച്ച് നമ്മെ ഇത്രത്തോളം ആയുസ്സോടെ ആരോഗ്യത്തോടെ കൊണ്ടുവന്ന, നമ്മെ ക്ഷേമത്തോടെ സന്തോഷത്തോടെ വഴി നടത്തിയ സർവശക്തനായ നമ്മുടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യട്ടെ. യഹോവ എത്ര വലിയവൻ, യഹോവ എത്ര മതിയായ ദൈവം. നമ്മുടെ സങ്കടങ്ങളിൽ ഉദ്ധരിക്കുന്ന നമ്മുടെ ദൈവത്തെ നദിയോടെ പാടി ആരാധിപ്പാനിടയാകട്ടെ. സ്തോത്രം, സ്തോത്രം. ഗോഡ് സെൻഡ് ഹിസ് സൺ, they call him Jesus എന്ന ഇംഗ്ലീഷ് ഗാനത്തിൻ്റെ ചില കുറച്ചുകൾ പാടി അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ മുഖത്തപ്പെടുത്താമല്ലോ. God sent his son, they call him Jesus. He came to love, heal and forgive. He lived and died to buy my pardon. An empty grave is there to prove my Savior lives. God sent his son, they call him Jesus. He came to love, heal and forgive. He lived and died to buy my pardon. An empty grave is there to prove my Savior lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. And life is worth the living, yes, because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds the future. That life is worth living just because he lives. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു
നമ്മുടെ കർത്താവ് ജീവിക്കുന്നതിനാൽ സ്തോത്രം, നാമം ജീവിക്കുന്നു. ആധിയില്ലാതെ ഭീതിയില്ലാതെ ജീവിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, നമുക്ക് ബലമേകുന്നത് നമ്മുടെ കർത്താവ് ജീവിക്കുന്നതിനാൽ. സ്തോത്രം, സ്തോത്രം. ആ കർത്താവിൻ്റെ നന്ദിയോടെ പിന്നെയും ആരാധിപ്പാനിടയാകട്ടെ, പിന്നെയും പാടി മുഖത്തുപെടുത്തുവാനിടയാകട്ടെ. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകിയാൽ പാടിയിട ഞാൻ ഉലകി. ചേർന്ന് പാടി കർത്താവിന് നമുക്ക് ആരാധിക്കാം. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിയിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിയിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവന്. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ എല്ലാകിലവും തീർത്തിടുന്ന നോക്കി കാത്തിടും ഞാൻ ഉലകിൽ. എന്റെ എല്ലാകിലവും തീർത്തിടുന്ന നോക്കി കാത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം പെറ്റിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം പെറ്റിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. തള്ളതൻ കുഞ്ഞിനെ മറന്നേലും കാത്തൻ മാറ്റം ഭവിക്കാത്തവേ. തള്ളതൻ കുഞ്ഞിനെ മറന്നേലും കാത്തൻ മാറ്റം ഭവിക്കാത്തവേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ എല്ലാകിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്റെ എല്ലാകിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഇരുകാരത്തിൽ വൻസാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തേടും യാതവൻ ഞാൻ. ഇരുകാരത്തിൽ വൻസാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തേടും യാതവൻ താൻ. ഒരു ഇടയനെ പോലെന്റെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്റെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ എല്ലാകിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്റെ എല്ലാകിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർമ്മിച്ചുണർത്തുമെന്നെ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർമ്മിച്ചുണർത്തുമെന്നെ. ഉള്ളം കാലത്തിൽ വരച്ചവൻ ഓർമ്മിക്കതീശെന്നാൽ എന്നോടെ ആശ്വാസമേ. ഉള്ളം കാലത്തിൽ വരച്ചവൻ ഓർമ്മിക്കതീശെന്നാൽ എന്നോടെ ആശ്വാസമേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ യാത്രയതിൽ. എന്റെ എല്ലാകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്റെ എല്ലാകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. മറുമനുജരെല്ലാം മഹിതലമതു തീജ്വാലക്കിരയായി മാറുകിലോ. മറുമനുജരെല്ലാം മഹിതലമതു തീജ്വാലക്കിരയായി മാറുകിലോ. തിരുവാറ്റങ്ങൾ കേതു മാറ്റം വരില്ലവൻ വരവിൻ നാളാസന്ന
വാഗ്ദത്തം ഓർമ്മിച്ചുണർത്തുമെന്നേ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർമ്മിച്ചുണർത്തുമെന്നേ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഓർമ്മിക്കാൻ ഈശൻ താൻ എന്നോടെ ആശ്വാസമേ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഓർമ്മിക്കാൻ ഈശൻ താൻ എന്നോടെ ആശ്വാസമേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ എന്റെ എല്ലാവും നേടിടും നാൾ നോക്കി പാത്തിടും ഞാൻ ഉലകിൽ. എന്റെ എല്ലാവും നേടിടും നാൾ നോക്കി പാത്തിടും ഞാൻ ഉലകിൽ. മാറും മനുജരെല്ലാം മഹിതലമതു തീരുവാനകിരയായി മാറുകിലോ. മാറും മനുജരെല്ലാം മഹിതലമതു തീരുവാനകിരയായി മാറുകിലോ. തിരുവാഗ്ദത്തങ്ങൾ കേടും മാറ്റം വരുന്നവൻ വരവിന്നാളാസന്നമാ. തിരുവാഗ്ദത്തങ്ങൾ കേടും മാറ്റം വരുന്നവൻ വരവിന്നാളാസന്നമാ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ എല്ലാവും തീർത്തിടും നാം നോക്കി പാത്തിടും ഞാൻ ഉലകിൽ. എന്റെ എല്ലാവും തീർത്തിടും നാം നോക്കി പാത്തിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനെ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനെ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ഉറപ്പുള്ള മറവിടമാണെനിക്ക് പ്രിയൻ പാടിടും ഞാൻ അവനിൽ. എന്റെ ഉറപ്പുള്ള മറവിടമാണെനിക്ക് പ്രിയൻ പാടിടും ഞാൻ അവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയത്. എന്റെ എല്ലാവും തീർത്തിടും നാം നോക്കി പാത്തിടും ഞാൻ ഉലകിൽ. എന്റെ എല്ലാവും തീർത്തിടും നാം നോക്കി പാത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയത്. എന്റെ എല്ലാവും തീർത്തിടും നാം നോക്കി പാത്തിടും ഞാൻ ഉലകിൽ. 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 이걸
Thank you, Lord Jesus. Hallelujah, hallelujah. പ്രിയപിതാവേ, നന്ദിയോടങ്ങ് സ്തോത്രം. അങ്ങയുടെ സന്നിധാനത്തിൽ കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാൻ, അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾ കൃപ നൽകിയനായി സ്തോത്രം. പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. തുടർന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സംഗീതത്തിന്റെ ഭാഗത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പെടണമേ. ആവശ്യമായ ദൈവിക ആലോചന ഈ പകൽവേള ഞങ്ങളെ കേൾപ്പിക്കും. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാക്കണം. ഗാനശുശ്രൂഷകർക്ക് നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം ബലപ്പെടുത്തിയല്ലോ. തുടർന്നും ശക്തീകരിക്കണം. കഥാവെ ആത്മശക്തിയോടെ, അഭിഷേകത്തിൻ്റെ ശക്തിയോടെ തുറന്നുള്ള സമയം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കും. പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. ക്രിസ്തയേശുവിൻ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഇരിക്കാം. Praise the Lord. Hallelujah. നമ്മുടെ വിശുദ്ധ കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Hallelujah. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയിൽ മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ എല്ലാ സാവകാശത്തിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, കർത്താവിൻ്റെ ദാസൻ ജോഷോ പാസ്റ്റർ, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷിയാൽ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കൗൺസിൽ, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരിക്കൽ കൂടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. ഇന്ന് ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കും നമുക്ക് അനുഗ്രഹമായി വിടുതലായി തീരേണ്ടത്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ തുറന്നുള്ള നിമിഷങ്ങൾ നമുക്കായിരിക്കാമല്ലോ. ഈ ആഴ്ചയുടെ കഴിഞ്ഞ ദിനങ്ങളൊക്കെ ദൈവം നമ്മെ ഭദ്രമായി സൂക്ഷിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നാം കടന്നു വന്ന ശേഷമായി നമ്മുടെ തുറന്നുള്ള കൂട്ടായ്മകളും തുറന്നുള്ള ദിനങ്ങളിൽ നമ്മുടെ ജീവിതവും ഒക്കെ ദൈവം അനുഗ്രഹമാക്കി സമാധാനത്തോടെ സന്തോഷത്തോടെ ഇന്ന് രാവിലെ സമയവും വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ കൂട്ടി വരുത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി, ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി, ഉപകാരങ്ങൾക്കായി നന്ദി ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ഇന്ന് പകൽവേള നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധാനത്തിൽ സമയങ്ങൾ വേർതിരിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്തോത്രം കടന്നു വന്നത് നിങ്ങളെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വിടുതലായി തീരട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രതിസന്ധികളെ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മുടെ ജീവിതയാത്ര ഓരോ ദിവസവും ഈ കാലഘട്ടങ്ങളിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമീപ രാജ്യങ്ങളിൽ യുദ്ധത്തിൻ്റെതായ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം നാം പാർക്കുന്ന ഈ രാജ്യത്തും അതിൻ്റെതായ അലയൊലികളൊക്കെ സംഭവിച്ചപ്പോഴും ദൈവമായ കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളെയും അത്ഭുതകരമായി പരിപാലിച്ച സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ആയുസ്സും ആരോഗ്യവും നൽകിയതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനേക പ്രിയപ്പെട്ടവർ ലോകത്തുനിന്ന് അപ്രതീക്ഷിതമായ സമയത്ത് മാറ്റപ്പെടുവാനിടയായി. എന്നാൽ ദൈവം നമ്മോട് കാണിച്ച കരുണയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവ് തുറന്ന് സഹായിക്കട്ടെ. യുദ്ധങ്ങളെയൊക്കെ എത്രയും വേഗം നിർത്തൽ ചെയ്യട്ടെ. സമാധാനപരമായ ഒരു അന്തരീക്ഷം ദൈവം ഒരുക്കട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഇന്ന് പകൽവേള നാം പാടിയ സങ്കീർത്തന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാമല്ലോ. 25-ാം സങ്കീർത്തനമാണ്
നാം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ദൈവസന്നിധാനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ ഈ സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ദൈവം തന്നെ കാത്തു പരിപാലിക്കണമെന്നും ഓരോ ദിവസവും ദൈവകൃപയിൽ തന്നെ നടത്തണമെന്നും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായ എല്ലാ പാപപ്രവൃത്തികൾക്കും ദൈവം ക്ഷമ നൽകി ദൈവം തന്നെ നടത്തണമേ എന്നും ദൈവസന്നിധാനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ് ഈ 25-ാം സങ്കീർത്തനം. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ തൻ്റെ മകനായ അബ്ശാലോ നിമിത്തം താൻ അനുഭവിക്കേണ്ടി വന്ന വ്യഥകളെക്കുറിച്ച്, വേദനകളെക്കുറിച്ച് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിട്ട് ഇതിനെ കണക്കാക്കാം എന്ന് അവർ അഭിപ്രായപ്പെടുന്നു. ഈ ഭാഗത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ ഞാൻ ലജ്ജിച്ച് പോകരുതേ, അങ്ങയാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനായ ഞാൻ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനായ ഞാൻ ഒരു യോഗ്യതയുമില്ലാതെ എൻ്റെ അപ്പൻ്റെ ആടുമാടുകളെ മേയിച്ചു കൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് എന്നെ വിളിച്ചു വരുത്തി ഇസ്രായേലിന് രാജാവായിരിക്കേണ്ടതിന് നീ എന്നെ അഭിഷേകം ചെയ്തു. ഞാനായിരുന്ന അവസ്ഥയിൽ ഞാൻ ആഗ്രഹിച്ചതല്ല, ഞാൻ ചിന്തിച്ചതല്ല. എന്നാൽ എൻ്റെ ആഗ്രഹങ്ങൾക്കും എൻ്റെ താല്പര്യങ്ങൾക്കും അപ്പുറമായി എന്നെ നീ തെരഞ്ഞെടുത്ത് ആടുകളെ മേയ്ക്കുന്ന ഉദ്യോഗത്തിൽ നിന്ന്, സ്തോത്രം, എന്നെ വിളിച്ചു വരുത്തി ഇസ്രായേൽ ജനത്തിൻ്റെ, ഇസ്രായേൽ ആടുകളുടെ, സ്തോത്രം, ഇടയനാക്കി എന്നെ നിർത്തിയത് അങ്ങാണ്. അതുകൊണ്ട് ശത്രു എൻ്റെ മേൽ ജയം കൊള്ളുവാൻ ഇടയാകരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്. ഞാൻ നിങ്കലേക്ക് മനസ്സുയർത്തുന്നു, എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ എങ്കലേക്കും തിരിഞ്ഞ് എന്നെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ഭാഗങ്ങൾ. ഈ സങ്കീർത്തനം മുഴുവനുമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങളെ ഞാൻ സംക്ഷിപ്തമായി ഇവിടെ ഓർപ്പിക്കാം. സ്തോത്രം. എൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് താൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിലുള്ള ആശ്രയം. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യരുത്? ലജ്ജിച്ചു പോകരുത്. ഞാൻ നിന്നിൽ ആശ്രയിക്കുകയും ഞാൻ ലജ്ജിച്ചു പോവുകയും ചെയ്താൽ അത് നിമിത്തം എനിക്ക് മാത്രമല്ല അവിടുത്തെ നാമത്തിനും അത് അപമാനമായി തീരുവാനിടയാകും. അതുകൊണ്ട് അങ്ങയാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഞാൻ, സ്തോത്രം, ശത്രുവിൻ്റെ മുൻപാകെ ലജ്ജിച്ചു പോകുവാൻ ഇടവരരുത്. സ്തോത്രം. 2-ാമത്തെ ഭാഗം പഠിക്കുമ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്, തൻ്റെ പാപങ്ങൾ ഓർക്കാതെ അത് ക്ഷമിച്ച് അതിനുവേണ്ടി ദൈവത്തോട് ക്ഷമയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഒരു നല്ല ഹൃദയത്തിനുടമയായ ഒരു വ്യക്തിയാണ് ഈ സങ്കീർത്തനം നമുക്ക് കാണുവാൻ കഴിയും. 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. ഒരുപക്ഷെ ഞാൻ ഇന്ന് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഞാൻ ചെയ്ത എൻ്റെ ബാല്യത്തിലെ പാപങ്ങളും എൻ്റെ ലംഘനങ്ങളും നിമിത്തമാണോ? കർത്താവേ, യഹോവയായ ദൈവമേ, അത് ഓർക്കരുതേ. ശത്രു എൻ്റെ മേൽ ജയിപ്പാൻ ഇടയാക്കരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. 3-ാമത്തെ കാര്യം, 4-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാനുള്ള തൻ്റെ ആഗ്രഹത്തെ താൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വഴിയിൽ, യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ദൈവത്തിൻ്റെ വഴി അറിയുവാനും ആ വഴികളിൽ നടക്കുവാനുമുള്ള ആഗ്രഹം സങ്കീർത്തനക്കാരൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 4-ാമത്തെ കാര്യം, 20-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, ശത്രുക്കളിൽ നിന്നുള്ള രക്ഷയ്ക്കായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തരെയാണ് കാണുന്നത്. എൻ്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ ഞാൻ ലജ്ജിച്ച് പോകരുതേ. ശത്രുക്കളിൽ നിന്നുള്ള രക്ഷയ്ക്കായുള്ള പ്രാർത്ഥന. ഈ സങ്കീർത്തനം മുഴുവൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്.
സ്തോത്രം. 16 വാക്യം വായിക്കുമ്പോൾ അവിടെ എന്നിലേക്ക് തിരിഞ്ഞതിനോട് കൃപയുണ്ടാകണമേ, ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. ഞാൻ അരിഷ്ടതയിൽ കൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ ജീവിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവം എന്നെ കൈവിടരുതേ എന്ന് പറയുകയാണ്. സ്തോത്രം. ദൈവമക്കൾ ഓർത്തുകൊള്ളണം, ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ് നാം. പലപ്പോഴും കടന്നു പോകാറുണ്ട്. സ്തോത്രം. എല്ലായ്പ്പോഴും അല്ലെങ്കിലും പലപ്പോഴെങ്കിലും നാം അങ്ങനെയുള്ള ജീവിത അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകാറുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവമക്കൾ ഓർത്തുകൊള്ളണം, കഷ്ടത ഒരു അവസാനമല്ല. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊന്നും അതുകൊണ്ട് അവസാനിക്കുന്നല്ല. കഷ്ടത അതിൻ്റെ സ്തോത്രം, കഷ്ടങ്ങൾക്കൊരവസാനമുണ്ട്. അതെല്ലാം മാറുന്ന ഒരു ദിവസമുണ്ട്. ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്ന സമയത്തുമായിരിക്കയില്ല ആ കഷ്ടത മാറുന്നത്, നീങ്ങുന്നത്. സ്തോത്രം. പക്ഷേ അങ്ങനെ ഉള്ളപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തും പ്രതീക്ഷിക്കാത്ത കാലത്തും അതിന് മാറ്റം വരുന്നില്ലെങ്കിലും ഒരു ഉറപ്പുണ്ട്, നമ്മുടെ കഷ്ടത മാറും. എത്ര പേർക്ക് ഉറപ്പാണ്? എൻ്റെ കഷ്ടത മാറും. ഞാൻ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയുടെ അനുഭവങ്ങൾ, ഞാൻ കടന്നു പോകുന്ന ഈ പ്രതികൂല സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിന്ദയുടെ ആക്ഷേപത്തിന്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അത് മാറും. സ്തോത്രം. ഹല്ലേലൂയ. ഈ കഷ്ടതകൾക്കൊക്കെ ഒരു അറുതിയുണ്ട്, ഒരവസാനമുണ്ട്. ഈ നിന്ദകൾക്ക്, ഒരു പരിഹാസത്തിന്, ആക്ഷേപത്തിന്, ഞാൻ പരിഹസിക്കപ്പെടുന്നതിന്, അല്ലെ മറ്റുള്ളവർ എന്നെ ആട്ടിപ്പായിക്കുന്നതിനൊക്കെ ഒരു അവസാനമുണ്ട്. കഷ്ടതയുടെ അവസാനമല്ല. ആ കഷ്ടതയുടെ നടുവിൽ നിന്ന് ഒരു ഉദ്ധാരണം എൻ്റെ ദൈവം എനിക്ക് വെച്ചിട്ടുണ്ട്. സ്തോത്രം. അത് എത്ര നാളെന്ന് വെച്ചാൽ ദൈവം അതിനെ അറുതി വരുത്തുന്നത് വരെ കാത്തിരിപ്പാനുള്ള മനസ്സ നമുക്കുണ്ടായിരിക്കണം. അതിനുള്ള ഹൃദയം നമുക്കുണ്ടാകണം. അത് ദൈവത്തിൻ്റെ സമയത്തേക്ക്, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് വരെ അതിനുവേണ്ടി കാത്തിരിപ്പാനുള്ള നല്ല മനസ്സുണ്ടാകണം. നമ്മുടെ സമയത്തല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ സമയത്താണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന്. അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന പരിഹാരങ്ങളുണ്ട്, പെട്ടെന്ന് മറുപടി ലഭിക്കുന്ന വിഷയങ്ങളുണ്ട്. എന്നാൽ ചില വിഷയങ്ങളുടെ നടുവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാകണമെന്നില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം അതിനൊരു അവസാനമില്ലെന്നല്ല, അതിന് പരിഹാരമില്ലെന്നല്ല. ഇപ്പോൾ അതിന് പരിഹാരം വന്നില്ലാത്തത് കൊണ്ട് പരിഹാരം ഉണ്ടാകയില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പരിഹാരമുണ്ട്. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ ദൈവത്തിന്റെ പക്കലുണ്ട്. സ്തോത്രം. അതിന് പരിഹാരം വരുന്നത് വരെയും കാത്തിരിപ്പാൻ നമ്മൾ തയ്യാറാകണം. സ്തോത്രം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ കാത്തിരിക്കുന്ന ആരും എന്ത് ചെയ്യില്ല? ലജ്ജിച്ചു പോകുകയില്ല. യഹോവയെ കാത്തിരിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ആ ഒരു വാക്യം നമ്മുടെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും കോറിയിട്ടിരിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ആ ഒരു വാക്യം എപ്പോഴും കോറിയിട്ടിരിക്കണം. എന്താ? സ്തോത്രം. യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ലജ്ജിച്ചു പോകത്തില്ലെന്ന്, ഞാൻ തളർന്നു പോകത്തില്ലെന്ന്, ഞാൻ തകർന്നു പോകത്തില്ലെന്ന്. ഒന്നുകൂടെ ഓർപ്പിക്കാം. നമ്മുടെ കഷ്ടത നമ്മുടെ അവസാനമല്ല. കഷ്ടതയിൽ നിന്ന് അല്ലൊരു ഉദ്ധാരണമുണ്ട്. കഷ്ടത അല്ലെങ്കിൽ ഒരു വിടുതലുണ്ട്. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് പറഞ്ഞ കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. കഷ്ടങ്ങൾ തിരിഞ്ഞു വരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ, അത് നമ്മെ കൊണ്ടെത്തിക്കുന്ന ചില പ്രത്യേക അനുഭവങ്ങൾ, അതാണ് പറയുന്നത് കഷ്ടത സഹിഷ്ണുതയെ കൊണ്ടെത്തിക്കുക, അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക. ഞാൻ പറഞ്ഞല്ലോ, കഷ്ടത നമ്മുടെ അവസാനമല്ല, അതല്ല ലാസ്റ്റ് സ്റ്റെപ്പ്. സ്തോത്രം. കഷ്ടത നമ്മെ അടുത്ത പടിയിലേക്ക് കൊണ്ടെത്തിക്കുക. സഹിഷ്ണുത, സഹിപ്പാനുള്ള കൃപ, അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക. സഹിഷ്ണുത എന്ത് ചെയ്യുക? സിദ്ധതയിലേക്ക് നടത്തുക, ഒരു ശുദ്ധീകരണത്തിലേക്ക് നടത്തുക. സിദ്ധത എന്ത് ചെയ്യുക?
പ്രത്യാശയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും, പ്രത്യാശയുടെ നമ്മുടെ പൂർത്തീകരണത്തിലേക്ക്. ഹല്ലേലൂയ. അപ്പോൾ ഓർത്തുകൊള്ളണം, പ്രത്യാശയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്, പ്രഥമ സ്റ്റെപ്പാണെന്ത്? കഷ്ടത. സ്തോത്രം. ഇപ്പൊ കർത്താവിനെ യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആരാ? യഹോവയെ കാത്തിരിക്കുന്നവർ. യഹോവയെ കാത്തിരിക്കുന്നവർ ക്ഷീണിച്ചു പോകാൻ അനുവദിക്കുകയില്ല, അവർ തളർന്നു പോകാൻ അനുവദിക്കുകയില്ല. എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കണം. സ്തോത്രം. നമുക്ക് ഇന്ന ഡേറ്റിൽ ആ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ ദിവസം വരെയും നമ്മൾ കാത്തിരിക്കും. എന്നാൽ ഈ കഷ്ടത എന്ന് മാറുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല. പക്ഷെ ഒരു ഉറപ്പുണ്ട്, എൻ്റെ കഷ്ടത മാറും, എൻ്റെ പ്രശ്നങ്ങൾ മാറും, എൻ്റെ പ്രതിസന്ധികൾ മാറും. ഞാൻ നിന്ദിക്കപ്പെടുകയില്ല, ഞാൻ പരിഹസിക്കപ്പെടുകയില്ല. സ്തോത്രം. ഈ 16-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ 22-ാം വാക്യം വരെ പഠിക്കുമ്പോൾ കഷ്ടതയെ പറ്റിയുള്ള ചില വിവരണങ്ങൾ താൻ പറയും. താൻ കടന്നു പോകുന്ന ആ സാഹചര്യത്തെക്കുറിച്ച് ചില വിവരണങ്ങൾ അവിടെ ദാവീദ് പറയുകയാണ്. എന്താ? സ്തോത്രം. ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു, എൻ്റെ മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, എൻ്റെ സങ്കടങ്ങൾ എന്നെ വിടുവിക്കണം, എൻ്റെ അരിഷ്ടതയും അതിവേദനയും ഓർക്കണം. താൻ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, തൻ്റെ ജീവിതത്തിലെ കഷ്ടതയുടെ അനുഭവത്തെക്കുറിച്ച്, പ്രതിസന്ധിയുടെ അനുഭവത്തെക്കുറിച്ച് പറയുക. ഞാൻ ഏകാകിയാണ്, ആരും എന്നെ സഹായിപ്പാനില്ല. സ്തോത്രം. സഹായിക്കേണ്ടവർ പോലും എനിക്ക് കൈത്താങ്ങൽ തരേണ്ടവർ പോലും ഇപ്പോൾ എനിക്ക് എതിരായി തീർന്നിരിക്കുന്നു. അവർ എൻ്റെ ജീവന് വേണ്ടി കൊതിക്കുകയാണ്, എൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ സംരക്ഷിച്ചവർ പോലും എനിക്കെതിരായി തീർന്നിരിക്കുന്നു. ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു, എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് സങ്കടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അരിഷ്ടതയും അതിവേദനയും എൻ്റെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. എൻ്റെ സകല പാപങ്ങളും ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. ഇങ്ങനെ ഇത് പറഞ്ഞു വന്നപ്പോൾ തനിക്കൊരു ചിന്ത വന്നു, ഇതൊക്കെ ഉണ്ടാകാൻ കാരണം എൻ്റെ പാപമാണോ? മുൻപേ നാം വായിച്ചു 7-ാം വാക്യത്തിൽ, എൻ്റെ പാലിത്തിലെ പാപങ്ങളും എൻ്റെ ലംഘനങ്ങളും ഓർക്കരുതേ. ഇവിടെ വായിക്കുന്നത് എന്താ? എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ എന്ത് ചെയ്യുക? വഞ്ചിക്കുക. നമ്മൾ വിശുദ്ധന്മാരാണെന്ന് നമ്മളെ തന്നെ പറഞ്ഞാൽ നമ്മൾ വഞ്ചിക്കുക നമ്മളെ തന്നെ. പലപ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ പാപ സ്വഭാവങ്ങളും പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. പക്ഷേ അത് കടന്നു വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ നിലനിൽക്കാതെ, അതിൽ നിൽക്കാതെ അതിനെ വിട്ടുകളഞ്ഞ് ദൈവത്തോട് ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. ലംഘനങ്ങൾ, അതിര് വിട്ടു പോകുന്നത്, ചെയ്യരുതാത്തത് ചെയ്തത്, ചെയ്യേണ്ടത് ചെയ്യാതിരുന്നത്, അതെല്ലാം പാപത്തിന്റെ കൂട്ടത്തിലാ. സ്തോത്രം. ചെയ്യേണ്ടത് ചെയ്യാതിരുന്നതും ചെയ്യരുതാത്തത് ചെയ്തതും ദൈവം ഉൾപ്പെടുത്തുന്ന പാപത്തിന്റെ കൂട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ ചിലത് കൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യാതിരുന്നാൽ പാപമാണ്. ചെയ്യാൻ കൽപ്പിച്ചു തന്നത് ചെയ്യാതിരുന്നാൽ പാപമാണ്. ചെയ്യരുതാത്തത് ചെയ്യുന്നത് മാത്രമല്ല, ചെയ്യേണ്ടത് ചെയ്യാതെ കൂടെ ഇരുന്നാൽ പാപമാണെന്ന്. സ്തോത്രം. അപ്പോൾ നമ്മളെ തന്നെ വഞ്ചിക്കരുത്, നമ്മളെ തന്നെ ചതിക്കരുത്. ഓരോ നിമിഷവും ദിവസവും നമ്മളെ തന്നെ ശോധന ചെയ്ത് ദൈവത്തിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ പ്രാപിക്കണം. സ്തോത്രം. എൻ്റെ ലംഘനങ്ങളെ എന്നോട് ക്ഷമിക്കണം, എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. സ്തോത്രം. അടുത്തത്, എൻ്റെ ശത്രുക്കളെ നോക്കണമേ, അവർ എന്ത് ചെയ്തിരിക്കുന്നു? പെരുകിയിരിക്കുന്നു, അവർ കഠിന ദ്വേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. എൻ്റെ പ്രാണനെ കാത്തിനെ വിടിവിക്കണമേ, നിന്നെ ശരണമാക്കിയിരിക്കാൻ ഞാൻ എന്ത് ചെയ്യരുത്? ലജ്ജിച്ചു പോകരുത്. നിഷ്കളങ്കത നേരും എന്നെ പരിപാലിക്കട്ടെ, ഞാൻ നിന്നിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ. അടുത്തത്, ദൈവമേ ഇസ്രായേലിനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. സ്തോത്രം. ഇസ്രായേലിനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ എന്ന്
രാവിലെ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കത്താവേ, എൻ്റെ അരിഷ്ടത, എൻ്റെ സങ്കടങ്ങൾ നീ ഓർക്കണമേ. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, കഷ്ടതയും സങ്കടവും നമ്മുടെ അവസാനമല്ല. അതിൻ്റെ നടുവിൽ നിന്നൊരു ഉദ്ധാരണമുണ്ട് ദൈവമക്കൾക്ക്. ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന, ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന, ആശ്രയിക്കുന്ന, യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ഹല്ലേലൂയ ഒരു പ്രത്യാശയുണ്ട്. സ്തോത്രം. കഷ്ടത എൻ്റെ അവസാനമല്ല, കഷ്ടതയിൽ നിന്നൊരു ഉദ്ധാരണം എനിക്കുണ്ട്. സ്തോത്രം. എന്നെ ഒതുക്കി വയ്ക്കുവാൻ, കഷ്ടത എന്നെ ഒതുക്കി വയ്ക്കുവാൻ, സങ്കടങ്ങൾ എന്നെ ഒതുക്കി വയ്ക്കുവാൻ, പ്രതിസന്ധികൾ എന്നെ ഒതുക്കി വയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ, സ്തോത്രം, എക്കാലത്തും സങ്കടത്തിനും കഷ്ടതകൾക്കും എന്നെ ഒതുക്കി വയ്ക്കാൻ കഴിയില്ല. അതിൻ്റെ നടുവിൽ നിന്ന് ഒരു ഉദ്ധാരണം എനിക്ക് കൽപ്പിച്ചിട്ടുണ്ട്. അത് പ്രാപിപ്പാൻ ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് മുന്നേറാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യത്തിനായിട്ട് വേർതിരിക്കുന്നു. വേഗത്തിൽ സമയങ്ങളെ വിനിയോഗിക്കാം. പ്രാരംഭമായി നമ്മുടെ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കടന്നു വന്ന് വാക്യം പ്രസ്താവിക്കുന്നതായിരിക്കും. ജവാൻ ജസ്വിൻ will lead the session. Please come forward. Praise the Lord. Romans chapter 12 verses 10. Be devoted to one another in love. Honor one another above yourselves. Amen. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ദൈവം ആയുസ്സോടെ ആരോഗ്യത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടിവരുത്തി ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകൽവേള ദൈവം നമുക്ക് സാവകാശം ഒരുക്കല്ലോ. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അവരുടെ വളർച്ചയിൽ, അവരുടെ പഠന കാര്യങ്ങളൊക്കെ ദൈവം അവരോടൊപ്പം വരുന്നവരെ സഹായിക്കേണ്ടതിനായി, അനുഗ്രഹിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി തിരുസന്നിധിയിൽ കടന്നു വന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ അവിടുന്ന് അവസരം ഒരുക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ആഴ്ചയുടെ കഴിഞ്ഞ ദിനങ്ങളെല്ലാം ദൈവം ഭദ്രമായി അവരെ സൂക്ഷിച്ചല്ലോ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ദോഷങ്ങൾ, ഭാരങ്ങൾ എന്നൊക്കെ വിടുവിച്ച് സമാധാനത്തോടെ, സന്തോഷത്തോടെ ഇന്ന് രാവിലെ സമയം കുഞ്ഞുങ്ങളുമായി കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. തുടർന്ന് ദൈവം അവരെ സഹായിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷാ ദിനങ്ങളാണല്ലോ. ഉത്സാഹത്തോടും ശ്രദ്ധയോടും പഠിപ്പാൻ കർത്താവേ, നല്ല വിജയം കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണമേ. കർത്താവേ, മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി, വ്യത്യസ്തരായി, ദൈവകൃപയുള്ളവരായി, മാതൃകയുള്ളവരായി ദൈവം അവരെ വളർത്തിക്കൊണ്ട് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടയാക്കും. പിതൃപുത്ര പരിശുദ്ധാത്മാവാ ത്രിയേക ദൈവത്തിന്റെ നാമം ചൊല്ലി സഭയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങൾ സമർപ്പിച്ച് ഞങ്ങളവരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ഹോവയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. എല്ലാവിധമായ നന്മയുള്ള അനുഗ്രഹങ്ങൾ പകരും. തിരുനാമത്തെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ. ഹല്ലേലൂയ. God bless you all. Be seated. സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കൾ മുമ്പാകെ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ ജ്യേഷ്ഠന് വേർപാടോട് അനുബന്ധിച്ച് നാട്ടിലേക്ക് കടന്നു പോകാനും കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം തിരിച്ചു വരുവാനും ദൈവം എന്നെ സഹായിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ ശുശ്രൂഷയൊക്കെ നടപ്പാൻ ദൈവം സഹായിച്ചു. ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ടി എല്ലാ നന്മകളും തന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളോടും, വിശേഷാൽ പാസ്റ്ററും കുടുംബത്തിനോടും, കൗൺസിൽ മെമ്പേഴ്സ്, ഏരിയ ലീഡേഴ്സ്, സഹോദരി സമാജം എന്ന എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ നന്ദി, സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. തുടർന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദിവസം ഇരുന്നു. സോരമാർക്ക് ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ.
78 മുതൽ 92 വരെ 14 വർഷങ്ങൾ ഈ സഭയിൽ ആരാധിച്ചതിന് ശേഷം 93 ജനുവരിയിൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് കടന്നു പോകുവാൻ കർത്താവ് ഇടയാക്കി. 33 വർഷങ്ങൾ പൂർത്തിയായിട്ടും കർത്താവിൻ്റെ വേലയിൽ വിവിധ സ്ഥലങ്ങളിൽ ദൈവത്താൽ ആക്കപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കാൻ, ദൈവനാമ മഹത്വത്തിനായിട്ട് ശുശ്രൂഷിപ്പാൻ കർത്താവ് ഇടയാക്കി. ഈ സഭയുടെ 50ാമത്തെ വാർഷികത്തിൽ കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ അന്ന് പറ്റിയില്ല. ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് OP-യോടുള്ള ബന്ധത്തിൽ കൂടി ആരാധിപ്പാനും കർത്താവ് ഒരുക്കിയതായ സന്ദർഭങ്ങളിൽ അല്ല സഭയുടേതായ കൗൺസിൽ ആമേൻ തീരുമാനിച്ച് ആക്കപ്പെട്ടതുപോലെ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനും കർത്താവ് ഇടയാക്കി. ഫൗണ്ടേഷൻ സ്റ്റോൺ ലേയിങ് സർവീസിൽ എളിയവനെയും സഭ ഉൾപ്പെടുത്തി. ഞാൻ എല്ലാറ്റിനും നന്ദിയുള്ളവനാണ്. കൃപയാൽ കഴിഞ്ഞ ആഴ്ചയിൽ റൊസ്താക്കിൽ കടന്നു പോകാനിടയായി. ഇന്ന് ഈ ആരാധനയ്ക്ക് ശേഷം ബർക്കായിൽ OP-യിൽ തന്നെ കടന്നു പോകുന്നു. കർത്താവ് അനുവദിച്ചാൽ എൻ്റേതായ വീസ അടുത്ത വെള്ളിയാഴ്ച തീരുകയാണ്. ഇനി ഒരു OP ആരാധനയ്ക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം അടുത്ത വെള്ളിയാഴ്ച രാവിലെ റൂവിയിൽ ഒരു തമിഴ് ഗ്രൂപ്പിൽ ദൈവവചനം സംസാരിക്കുന്നു. 10 മണിക്ക് ശേഷം OP-യുടെ തമിഴ് സർവീസ് ഇവിടെ ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. അന്ന് വൈകിട്ട് തന്നെ ഞാൻ നാട്ടിൽ കടന്നു പോകണം. വീസ അന്ന് തീരുന്നു. ഇപ്പോഴായിരിക്കുന്ന ആ സാഹചര്യത്തിൽ യാത്രയ്ക്ക് യാതൊരു തടസ്സങ്ങളും വരാതെ വണ്ണം ആമേനായിരിക്കാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. സഭയായിട്ട്, കമ്മിറ്റിയായിട്ട്, ദൈവദാസനായിട്ട് ആമേൻ എന്നോട് കാണിച്ച എല്ലാ സഹകരണങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. വ്യക്തികളായിട്ട് ചിലർ ഭവനങ്ങളിൽ ക്ഷണിച്ചു കൊണ്ടുപോയി. കർത്താവ് ആ ഭവനങ്ങളോടുള്ളതായ ആലോചന ദൈവവചനത്തിൽ കൂടെ എളിയവനിൽ തന്നത് അറിയിപ്പാൻ കർത്താവ് ഇടയാക്കി. ഈ എളിയവനെയും തുടർന്നുള്ളതായ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഓർക്കണം. ഐ ആം ഓൾറെഡി 72 നൗ. കർത്താവ് തരുന്നതായ ആയുസ് നാൾക്കൾ ദൈവനാമ മഹത്വത്തിനായിട്ട് തന്നെ ആയിരിക്കാൻ, കുടുംബമായിട്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല സഭയോട് പറയുവാനുള്ളത്, ഇന്നുള്ളതായ ഈ ഐക്യതയിൽ തന്നെ കർത്താവിൻ്റെ വരവ് വരെ സഭ നിന്നു പോകണം. മാത്രമല്ല മധ്യാകാശ കാഹളം ധ്വനിക്കുമ്പോൾ ഒരു കുളമ്പും ഇവിടെ ശേഷിക്കാതെ ദൈവസന്നിധിയിൽ കടന്നു പോകുവാൻ വിശുദ്ധിയോട്, വേർപാടോട്, അഭിഷേകത്തിൻ്റെ ശക്തിയിൽ തന്നെ ദൈവസഭ നിലനിൽക്കട്ടെ എന്നുള്ളതായ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ വെരി മച്ച്. പ്രൈസ് ലോർഡ്. ജനുവരി 2-ാം തീയതി ഞാൻ ഈ രാജ്യത്തു നിന്നും നാട്ടിലോട്ട് കടന്നു പോയായിരുന്നു 50 ദിവസത്തേന്. എൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് എല്ലാവരും ഈ സഭ ഒന്നടങ്കം എൻ്റെ വിവാഹത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു. അത് അനുഗ്രഹമായി നടപ്പാൻ ദൈവം സഹായിച്ചു. ഈ സഭയിൽ നിന്നും അനേകം പേര് കടന്നു വന്നിരുന്നു ആ വിവാഹ ചടങ്ങിൽ. തുടർന്നും ഈ സഭ എന്നോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പാസ്റ്റർ ഓർത്ത് നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഈ സഭയിലെ സെക്രട്ടറി ഓരോ കാര്യങ്ങളും എന്നെ നാട്ടിൽ പോയ സമയം തൊട്ട് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. തുടർന്നും എൻ്റെ കുടുംബജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ വൈഫ് സൗദിയിലായിരിക്കുന്നു, അവിടെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സാക്ഷ്യം നിന്നിരിക്കുന്നു. Praise the Lord. Amen. I thank the Lord for the wonderful opportunity that He has given me to praise His name once again in my church here. I had the opportunity to be with my family for the past 1 month in Kerala. I felt His presence wherever I went. In whatever I did, I really felt His presence. He helped me to be back here safely just right before the war. I thank you all for your valuable prayers. I request you to continue remembering me and my family in your prayers. May God bless us all. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാളെ കുറച്ച് ദിവസത്തെ ഒരു ലീവിന് വേണ്ടി നാട്ടിലേക്ക് കടന്നു പോകുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 3 വർഷമായി ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഗ്രാജുവേഷനാണ് മാർച്ച് 11-ാം തീയതി. അതിൻ്റെ ആവശ്യത്തിനാണ് കാര്യമായിട്ട് കടന്നു പോകുന്നത്. ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കണം. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കടന്നുപോയി മടങ്ങി വരുവാൻ തക്കവണ്ണം സ്വർഗ്ഗോടയാക്കേണ്ടതിന് ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു.
ഇവിടെ കേട്ട സാക്ഷ്യവാചകങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അനുഗ്രഹിച്ച് ഇത്രത്തോളം നിലനിർത്തുവാനിടയായി. ആവശ്യങ്ങളൊക്കെ ദൈവം അറിഞ്ഞ് പ്രവർത്തിച്ചു. പ്രതികാൽ പ്രിയ സൗരി പ്രിൻസി സാക്ഷ്യം നാം കേട്ടല്ലോ. പ്രിയ സൗർ ബിജുവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ താൻ പ്രിയം വെച്ച കർത്തസംഘം ചേർക്കപ്പെട്ടു. ആ വിഷയത്തുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് കടന്നുപോയി. ശുശ്രൂഷ വളരെ അനുഗ്രഹമായി തീർന്നു. നാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ക്ഷേമത്തോടെ മടങ്ങി വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. തുടർന്നും ദൈവം അവരെ സഹായിക്കേണ്ട ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനായിട്ട് ദൈവത്തോടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയ കഥാവരദാസൻ ജോഷുവ പാസ്റ്റർ കഴിഞ്ഞ ചില ആഴ്ചകളായി 2-3 ആഴ്ചയായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും കൂട്ടായ്മകൾ ആചരിപ്പാനൊക്കെ ദൈവം അവസരം ഒരുക്കി. കർത്താവ് വരുവാൻ താമസിച്ചാൽ 13-ാം തീയതി നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. തൻ്റെ മടക്ക യാത്രയിൽ ദൈവം കൂടുതൽ സഹായിക്കേണ്ട ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കുടുമായി ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനിടയായി. ഈ നാളുകളിൽ കർത്താവിൻ്റെ വേള ബന്ധത്തിൽ ആയിരിക്കാനും കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ മുഖത്തപ്പെടുത്താനൊക്കെ ഇടയാക്കിയല്ലോ. ദൈവം സഹായിക്കട്ടെ. ശുശ്രൂഷകളെ ദൈവം മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരൻ ആഷിഖ് പറഞ്ഞ സാക്ഷ്യം നാം കേട്ടു. തൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് കടന്നുപോയി. ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായി തീരുടയായി. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാനും ദൈവത്തെ മുഖത്തപ്പെടുത്തുവാനൊക്കെ ദൈവം അവസരം ഒരുക്കിയല്ലോ. സഭയായി നാം വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ക്ഷേമത്തോടെ മടങ്ങി വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് അവസരം ഒരുക്കി. പ്രിയ ഇതിനെ ദൈവം സഹായിക്കേണ്ടതിന് എൻ്റെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരി ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവങ്ങളെ പരിപാലിക്കേണ്ടതിന് ജോലി കാര്യങ്ങളൊക്കെ കൂടുതൽ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ ഞാൻ പറഞ്ഞ സാക്ഷ്യം കേട്ടല്ലോ. നാട്ടിലേക്ക് കടന്നുപോയിരുന്നു. ക്ഷേമത്തോടെ മടങ്ങി വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് അവസരം ഒരുക്കി. ദൈവം തുടർന്നും സഹായിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവിനെ ദൈവം സൗഖ്യമാക്കേണ്ട ആരോഗ്യത്തോടെ ബലത്തോടെ നടത്തേണ്ടതിനായി കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ സോർ ലിനേഷ് പറഞ്ഞ സാക്ഷ്യം കേട്ടല്ലോ. കർത്താവ് വരുവാൻ താമസിച്ചാൽ നാളെ നാട്ടിലേക്ക് കടന്നു പോകുന്നു. തൻ്റെ യാത്ര ദൈവം കൂടിയിരിക്കേണ്ടതിനായി മാത്രമല്ല ചില 2-3 വർഷമായി തിരുവചനം പഠനത്തോടുള്ള ബന്ധത്തിലും താനായിരിക്കാൻ ദൈവം അവസരം ഒരുക്കി. അതിൻ്റെ ഗ്രാജുവേഷനുള്ള ബന്ധത്തിലുമായി താൻ കടന്നു പോകുന്നു. തൻ്റെ യാത്ര ദൈവം കൂടിയിരിക്കേണ്ടതിന് ശുശ്രൂഷകളൊക്കെ വളരെ അനുഗ്രഹമായി തീരുവാൻ കുടുംബമായി ദൈവം തന്നെ സഹായിക്കേണ്ടതിനായി മടങ്ങി വന്ന് ക്ഷേമത്തോടെ മടങ്ങി വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവ അവസരങ്ങൾ ഒരുക്കേണ്ടതിനായിട്ട് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അങ്ങനെ സാക്ഷ്യവാചകങ്ങളിൽ ഓർപ്പിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ടവരും പലവിധമായ പ്രയാസങ്ങൾ കൂടെ ക്ലേശങ്ങൾ കൂടെ കടന്നു പോകുന്നു. രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ബുദ്ധിമുട്ടുകൾ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ജോലി സംബന്ധമായി പ്രതിസന്ധി അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെയൊക്കെ സഹായിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ കരം എല്ലാവർക്കും അനുകൂലമായിരിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. ദൈവസഭ എല്ലാ കുടുംബങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതാകേണ്ടത് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽവേളയിലെ ആരാധന ഇത്രത്തോളം ദൈവം അനുഗ്രഹമാക്കി തുറന്നും ദൈവം സഹായിക്കേണ്ട കർത്താവിൻ്റെ മേശല ശുശ്രൂഷയൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. വിശുദ്ധ പകൽക്കാലം ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ വരാൻ കഴിഞ്ഞായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂടി വന്നവരെല്ലാം ദൈവം അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ നല്ല പാട്ടുകൾ തന്നു. ദൈവമേ സ്തോത്രം. നല്ല സംഗീതനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സാക്ഷ്യം പറഞ്ഞ എല്ലാവരെയും അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. സാക്ഷ്യം പറഞ്ഞ സഹോദരിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. വരുമാന ദുഃഖത്തിലായിരിക്കുന്നുള്ള ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. അവരെ ആശ്വസിപ്പിക്കുമാറാകട്ടെ വേദം പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. നാട്ടിലായിരിക്കുമ്പോഴും ദൈവമേ യാത്രകളെല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തെ ദൈവം ഒരിക്കൽ കൂടി ദൈവം അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവമേ സ്തോത്രം. ദൈവത്തിൻ്റെ സമാധാനം ദൈവമേ കുടുംബത്തിൽ ദൈവമേ പകരുമാറാകട്ടെ വേദം പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ജോഷ പാസ്റ്റർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. അനേക വർഷങ്ങൾ ദൈവമേ ഇവിടെ ജോലി ചെയ്ത് ദൈവമേ ഹല്ലേലൂയ അങ്ങനെ ദൈവമേ വേലയിലായിരിക്കുന്നല്ല ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഈ കുറച്ച് ദിവസമായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപയും പരിപാലനവും അങ്ങനെ ദാസന് മേലുണ്ടായിരുന്ന ആ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ശുശ്രൂഷയിൽ ദൈവമേ ഹല്ലേലൂയ. ദേവദാസൻ്റെ ശുശ്രൂഷയിൽ ദൈവം ഇനി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. അടുത്ത ആഴ്ച ദൈവമേ നാട്ടിലോട്ട് കടന്നു പോകുന്നല്ല ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. യാത്രയിലെല്ലാം ദൈവത്തിൻ്റെ സ്ഥാന സംരക്ഷണം കൂടിയിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ ദേവദാസനെ കുടുംബത്തെ ഓർത്ത് അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ആശീർവാദനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ദൈവമേ ഹല്ലേലൂയ. ദൈവമേ എല്ലാം കഴിഞ്ഞല്ലോ ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹം കൊടുത്തതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ കൃപയും സാന്നിധ്യം ശക്തിയും
ദൈവമേ അങ്ങനെ മേലുണ്ടായിരിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവേ സ്തോത്രം. ഹല്ലേലൂയ. വൈഫ് ദൈവമേ സൗദിയിലായിരിക്കുന്നത് ദൈവേ സ്തോത്രം. ഹല്ലേലൂയ. ജോഡി അവിടെ ആയിരിക്കുന്നുള്ള ദൈവേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയും പരിപാലനവും ദൈവമേ അവിടെ ആയിരിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവേ സ്തോത്രം. ഇഷ്ടനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും ദൈവമേ. അതെല്ലാം കഴിഞ്ഞ് ദൈവമേ തിരിച്ചു വരാനിടയായി തീർന്നുള്ള ദൈവേ സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യ സംരക്ഷണം ദൈവമേ നാട്ടിലായിരുന്നുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും പരിപാലനം ഉണ്ടായതിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പിതാവിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും ദൈവേ. ഹല്ലേലൂയ. ആരോഗ്യം ബലമെല്ലാം കൊടുക്കുമാറാനായി എന്ന് പ്രാർത്ഥിക്കും ദൈവേ സ്തോത്രം. പ്രത്യേകാലിനീശ്വരനായ അങ്ങനെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കും ദൈവേ സ്തോത്രം. നാട്ടിലോട്ട് കടന്നു പോകുന്നല്ലോ, യാത്രയിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യ സംരക്ഷണം കൂടിയിരിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവേ സ്തോത്രം. ഈ കഴിഞ്ഞ നാളുകൾ ദൈവമേ ഹല്ലേലൂയ അങ്ങയുടെ ദൈവമേ വചനം പഠിക്കാനിടയനായ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും ദൈവമേ. ഹല്ലേലൂയ. എൻ്റെ കാര്യങ്ങളെല്ലാം ദൈവമേ നാട്ടിലായിരിക്കുമ്പോൾ ചെയ്ത് തീർത്ത് ദൈവമേ തിരിച്ചു വരുവാൻ ദൈവമയുടെ വരുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. മറ്റു ദൈവമേ സഭാംഗങ്ങളെല്ലാം ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും ദൈവമേ സ്തോത്രം. എല്ലാവരും അനുഗ്രഹിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ. രോഗത്താൽ ദൈവമേ ഭാരപ്പെടുന്നവരെല്ലാം ദൈവമേ അങ്ങ് സൗഖ്യം കൊടുക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരെയും ദൈവമേ ആത്മീയമായി അനുഗ്രഹിക്കുമാറാകടവേ ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൈവമേ ആത്മീയമായി അനുഗ്രഹിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ കർത്തൃമേശ് ദൈവമേ നമ്മുടെ മധ്യ ഉണ്ടല്ലോ ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. അതിൽ പ്രാബല്യത്തോടുകൂടി ദൈവമേ ഹല്ലേലൂയ ദൈവമേ പങ്കുചേരുവാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ അങ്ങയുടെ ദേവദാസൻ്റെ കൂടെ ദൈവമേ അങ്ങയുടെ ആലോചന ദൈവമേ നമ്മളെ അറിയിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. വന്നതുപോലെ എല്ലാ ദൈവമേ സ്തോത്രം ഒരു ആത്മാവിൽ ദൈവമേ ബലം പ്രാപിച്ച് ദൈവമേ നമ്മൾ തിരിച്ചു പോകാൻ ദൈവമേ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഒരിക്കൽ കൂടി ദൈവമേ അങ്ങനെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകല യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയും സഖ്യ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരിക്കൽ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. പ്രിയ ബിജു ബ്രദറിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ നിര്യാണത്തുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവർ ശുശ്രൂഷകൾ പല നാട്ടിലേക്ക് കടന്നുപോയി. യാത്രകളൊക്കെ ദൈവം കൂടിരുന്നു. ശുശ്രൂഷകളൊക്കെ വളരെ ഭംഗിയായി തീർന്നല്ലോ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ പ്രിയ ഭവനങ്ങൾ പല ഭവനങ്ങളും ഈ അടുത്ത ദിവസങ്ങളൊക്കെ ദുഃഖത്തിൻ്റെതായ അനുഭവങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വന്നു. ദൈവം അവരെയൊക്കെ ആശ്വസിപ്പിക്കേണ്ടതിനായിട്ട് തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കും. പ്രിയ സഹോദരൻ ആഷിക്ക് നാട്ടിൽ കടന്നുപോയി. വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എല്ലാം വളരെ അനുഗ്രഹമായി തക്ക സമയത്ത് നടക്കുവാനിടയായല്ലോ. പ്രിയ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടേണ്ടതാകേണ്ടതിനായിട്ട് തുടർന്നും പ്രാർത്ഥിക്കാം. മറ്റ് സാക്ഷ്യവാചകങ്ങൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഓർത്ത് തുടർന്നും പ്രാർത്ഥിപ്പാൻ ഇടയാകട്ടെ. അടുത്ത ദിവസം യാത്രയാകുന്ന പ്രിയ സഹോദരൻ്റെ യാത്ര തൻ്റെ ആവശ്യങ്ങളൊക്കെ ദൈവം കൂട്ടിരിക്കും. തൻ്റെ തിരുവചന പഠനത്തിനുള്ള ഗ്രാജുവേഷൻ അതും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോഷ പാസ്റ്ററെ ഓർത്ത ദൈവത്തിന് സ്തോത്രം. ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ ആരാധിപ്പാൻ അവസരം ഒരുക്കിയല്ലോ. തൻ്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ. നാട്ടിൽ കടന്നു പ്രിയ അച്ചാനം മടങ്ങി വരുവാനിടയായി. പ്രിയപ്പെട്ടവരെ ദൈവം ബലപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരുവചന ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ വിശേഷം 10-ാം അധ്യായത്തിൻ്റെ 40-41 വാക്യങ്ങൾ നമുക്കത് വായിക്കാം. സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ച് കേൾക്കുവാനിടയായത്. നമ്മുടെ ചിന്തയ്ക്കായിട്ട് നാം വായിക്കുവാനിടയായത് കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിലേക്കുള്ള യാത്രയിൽ താൻ കടന്നുപോയ ഗ്രാമങ്ങളെയും കടന്നുപോയ ഭവനങ്ങളെയും കുറിച്ചൊക്കെ നമുക്ക് ഈ 9-ാം അധ്യായം മുതൽ കൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം വായിക്കുമ്പോൾ ഇത് എപ്പോൾ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് തൻ്റെ ആരോഹണത്തിന് മുമ്പ് അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ ആരോഹണത്തിന് ഉള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ചു. തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവിടെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവൻ തനിക്ക് വട്ടം കൂട്ടേണ്ടതിനായിട്ട് തൻ്റെ ശിഷ്യന്മാരെ ശമര്യയിലേക്ക് ശമര്യക്കാരുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ ആ ഗ്രാമത്തിലേക്ക് അയക്കുവാനിടയായി. എന്നാൽ അവനെ കൈക്കൊണ്ടില്ല എന്ന്
നമുക്ക് മനസ്സിലാകും. അവൻ യെരുശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കെ കൊണ്ട് അവനെ കൈക്കൊള്ളുവാൻ അവർ കൂട്ടാക്കിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. എന്നാൽ അവൻ യെരുശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കിയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. ശമര്യയിലേക്ക് ചെല്ലുകയല്ല, അവിടെ പോകുന്ന വഴിക്ക് അവിടെ പോകുന്നതുകൊണ്ട് അവൻ പോകട്ടെ, യെരുശലേമിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് ഒരു പക്ഷേ അവരുടെ മനോവികാരം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെങ്കിൽ അവർ അവനെ, ശമര്യക്കാരോ അവനെ കൈക്കൊണ്ടില്ല. പക്ഷെങ്കിൽ താഴ്ത്തു വായിച്ചു വരുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അത് ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ. അവൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് തീ ഇറക്കിയതുപോലെ നമുക്കും ഇവരെ തീ ഇറക്കി ദഹിപ്പിച്ച് കളയാം, നശിപ്പിച്ച് കളയാം എന്ന് പറഞ്ഞ്, അത് നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. അതിന് കർത്താവ് പറഞ്ഞത്, അവൻ തിരിഞ്ഞ് അവരെ എന്ത് ചെയ്തു? ശാസിച്ചു. എന്താ കാരണം? നിങ്ങൾ ഏത് ആത്മാവിലാണ് ഇത് സംസാരിച്ചതെന്ന് അവരോട് ചോദിക്കുക. നിങ്ങളത് അറിയുന്നില്ലേ? നിങ്ങൾ ഏത് ആത്മാവിൽ ഇത് സംസാരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി പെട്ടെന്ന് അവരെ അങ്ങ് നശിപ്പിച്ച് കളയണമേ എന്നുള്ള ചിന്താഗതി. പ്രത്യക്ഷത നോക്കിയാൽ യേശുവിനോട് അവർ ശമര്യക്കാർ ചെയ്തത് ഒരു ദോഷമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ യേശു കർത്താവ് എന്താ പറഞ്ഞത്? തൻ്റെ ശിഷ്യന്മാരാണ്, കൂടെ നടന്ന ഏറ്റവും അടുത്ത ശിഷ്യന്മാരാണ് പറയുന്നത്. എന്താ? യാക്കോബും യോഹന്നാനും അവർ പറയാ, കർത്താവേ, ഏലിയാവ് ഒരിക്കൽ ഇതുപോലെ തന്നെ കളിയാക്കിയവരെ തീ ഇറക്കി എന്ത് ചെയ്തു? ദഹിപ്പിച്ചു. കരടി വന്ന് ബാലന്മാരെ പിടിച്ചു കൊണ്ടുപോയി. കൈക്കൊള്ളാഞ്ഞത് കൊണ്ട്, കളിയാക്കിയത് കൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പോലെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ കൈക്കൊള്ളാത്തവരെ ദഹിപ്പിച്ച് കളയാം. പക്ഷെ യേശു പറയുക, പകരം ചെയ്യുന്നത് എന്തല്ല. അവിടെ പറയുന്നതാ അല്ലേ? എന്ന് ചിന്തിച്ചേ, പകരം ചെയ്യുന്നത് നന്നല്ല. നമ്മളെ കൈക്കൊള്ളാഞ്ഞത് കൊണ്ട് അവർ നശിച്ചു പോകണമെന്ന് ചിന്തിക്കുന്ന ചിന്താഗതി നന്നല്ല. നമുക്ക് വിരോധമായി എന്തെങ്കിലും ചെയ്തത് കൊണ്ട്, സംസാരിച്ചത് കൊണ്ട് അവർ നശിച്ചു പോകണമെന്നുള്ള ചിന്താഗതി നന്നല്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ളത് ഏതാത്മാവിലും നിങ്ങൾ അറിയുന്നില്ലയോ? ആ ആത്മാവ് ഏതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പ്രതികാരത്തിന്റെ ആത്മാവ് അത് ഏതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് പ്രതികാരത്തിൻ്റെ ആത്മാവല്ല. ദൈവത്തിൻ്റെ ആത്മാവ് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആത്മാവാണ്. അവർ നശിച്ചു പോയത് കൊണ്ട് എന്ത് പ്രയോജനം? പക്ഷേ അവർ ദൈവമഹത്വം കാണാൻ ഇടയായാൽ അതിൽ കൂടെ എന്ത് മഹത്വം വെളിപ്പെടും? അവർ നശിച്ചു പോകുന്നതിലാണോ അവരിൽ കൂടെ ദൈവമഹത്വം വെളിപ്പെടുന്നതാണോ ഏറ്റവും നല്ലത്? യേശു കർത്താവ് പറയാ, അങ്ങനെയുള്ള ചിന്താഗതി നിങ്ങളുടെ ഉള്ളിൽ വന്നത് ഏതാത്മാവിൽ? അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? പലപ്പോഴും എങ്കിലും എനിക്കും നിങ്ങൾക്കും അങ്ങനെയുള്ള ചിന്താഗതി വന്നു പോയിട്ടുണ്ട്. എന്താ? നമുക്കെതിരെ പ്രവർത്തിക്കുന്നവർ, നമുക്കെതിരെ സംസാരിക്കുന്നവരോട്, ദൈവമേ, നമ്മളങ്ങനെ പറയാറ്, ദൈവമേ നീ ചോദിക്കണേ, അല്ലേ? ദൈവമേ നീ ചോദിക്കണേ. ആ ചോദിക്കണേ എന്ന് പറയുന്നത് ഏത് ചിന്താഗതിയോടുകൂടെയാ? പക്ഷേ കർത്താവ് അവരെ പഠിപ്പിച്ചത് ആ ആത്മാവ് നല്ല ആത്മാവല്ല. ആ ചിന്താഗതി നല്ല ചിന്താഗതിയല്ല. അതിങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ, താഴോട്ട് വരുമ്പോൾ, അടുത്തതായിട്ട് അവരെ ശിഷ്യത്വത്തിൻ്റെ പരിശോധനയൊക്കെ പറഞ്ഞ ശേഷം ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന 70 തിരഞ്ഞെടുത്ത് സുവിശേഷം പ്രസംഗിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ഒക്കെ അധികാരം കൊടുത്ത് പറഞ്ഞു വിട്ട് അവർ മടങ്ങി വന്ന് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം നല്ല ശമര്യക്കാരൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മുൻപോട്ട് പോകുമ്പോഴാണ് യേശു എന്ത് ചെയ്തത്?
യെരുശലേമിലേക്ക് പോകുന്ന വഴിയിൽ മാർത്തയുടെയും മറിയയുടെയും വീട്ടിലേക്ക് കൊണ്ടുപോകും. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി കൂടെ ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടേയിരുന്നു. സ്തോത്രം. ഇങ്ങനെ സംഭവിച്ചപ്പോൾ യേശുവിനെ സൽക്കരിക്കുന്നതിനുള്ള തിരക്കിൽ അവൾ തളർന്നുപോയി എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചുപോയി. ഈ ഭാഗത്തിൻ്റെ ആത്മീയ അർത്ഥം നമ്മളൊന്ന് പഠിച്ചാൽ അവിടെ സംഭവിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ഒന്ന്, അവൾ ദുഃഖിതയായി തീർന്നു. എന്താ കാര്യം? എന്നെ സഹായിക്കാൻ ആരുമില്ല, അല്ലേ? എൻ്റെ സഹോദരി പോലും എന്നെ സഹായിക്കുന്നില്ല. യേശുവിൻ്റെ അടുക്കൽ യേശു അവളുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ സ്വീകരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കാണണം. മാർത്ത അവനെ സൽക്കരിക്കാനുള്ള കാര്യം ചെയ്തപ്പോൾ മറിയ ആ വീട്ടിൽ അവനെ സ്വീകരിച്ചിരുത്തി അവനിൽ നിന്ന് കേൾക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. രണ്ട് പേരും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്നവരാണ്. ഒരാൾ പ്രത്യേക ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് വരുന്നെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു പ്രയാസം, സ്തോത്രം, എന്തുമാത്രം ഉണ്ടാകും? പ്രത്യേകിച്ച് നമ്മൾ മാനിക്കേണ്ടതായിട്ടൊരാൾ വരുമ്പോൾ. യേശുവിനുള്ള ബന്ധത്തിലും അത്രമാത്രം മാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം വേറെ ഇല്ല. യേശു പോകുന്നിടത്തെല്ലാം വലിയൊരു കൂട്ടം ജനം അവനെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കാനും സൽക്കരിക്കുവാനുമുള്ള തത്രപ്പാടുകൾ ആ ഭവനത്തിൽ നടക്കുക. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ പറയും, അവിടെ വരുത്തിയിരിക്കുന്നു, യേശുവിൻ്റെ പാദത്ത് നിന്ന് എഴുന്നേക്കത്തില്ല, അതില്ലേ ആ കാര്യങ്ങളൊക്കെ അല്ലേ വന്ന് പറഞ്ഞു. അവൾ വറീഡായി, അവൾ ദുഃഖിതയായി. എന്നെ സഹായിപ്പാൻ ആരുമില്ലെന്നുള്ള ചിന്താഗതി തന്നിൽ ഉടലെടുത്തു. സ്തോത്രം. എന്നാൽ കർത്താവളോട് പറയുന്നത്, നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. ആ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ, താഴ്ത്ത് നമ്മൾ വായിച്ച ഭാഗമാണ്, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഭാഗമാണ്. ദൈവമക്കളെ, നമ്മൾ ശുശ്രൂഷയാൽ കുഴങ്ങിയാൽ, ജീവിത ഭാരത്താൽ നമ്മൾ തളർന്നാൽ, പകൽവേള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള ഒരുവനാണ് നിങ്ങളോട് കൂടെയുള്ളവൻ. നിങ്ങളുടെ ഖിന്നതകൾ മാറ്റുവാൻ, നിങ്ങളുടെ പ്രതിസന്ധികൾ മാറ്റുവാൻ, നിങ്ങളുടെ ഭാരങ്ങൾ മാറ്റുവാൻ, നിങ്ങളുടെ വേദനകൾക്ക് പരിഹാരം വരുത്തുവാൻ സ്തോത്രം കഴിവുള്ള ഒരുവനാണ് നിങ്ങളുടെ അടുക്കൽ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉള്ളത് എന്നുള്ള ബോധ്യം എല്ലാ കാലത്തും ഉണ്ടായിരിക്കണം. ആരും എന്നെ സഹായിച്ചില്ലെങ്കിലും, എൻ്റെ ജീവിത സാഹചര്യത്തിൻ്റെ നടുവിൽ ആരും എനിക്കൊരാശ്വാസമായില്ലെങ്കിലും, അവരെക്കാൾ ഉപരിയായി, മനുഷ്യനേക്കാൾ ഉപരിയായി എന്നെ സഹായിക്കുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന, എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരുവൻ എന്നോടുകൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. സങ്കീർത്തനത്തിലും ഇരമ്യാവിന്റെ പ്രവചനത്തിലൊക്കെ കാണുന്നൊരു ഭാഗമുണ്ട്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രൻ എന്ത് ചെയ്യരുത്? ആശ്രയിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ തളർന്നിട്ടുണ്ടാകാം, നിങ്ങൾ ദുഃഖിതരായിരിക്കാം, നിങ്ങൾ നിരാശരായിരിക്കാം. പക്ഷേ മനുഷ്യനൊക്കെ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, അതിന് പരിമിതികളുണ്ട്. ഒരു പക്ഷെ സഹായിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ അവർ സഹായിച്ചില്ലെങ്കിലും അവർ സഹായിക്കുന്നതിനപ്പുറമായി നമ്മളെ സഹായിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം എല്ലാ കാലത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ തളർന്നു പോകത്തില്ല, നമ്മൾ നിരാശപ്പെട്ടു പോകത്തില്ല. സ്തോത്രം. വിവിധ നിലകളിലുള്ള പ്രതിസന്ധികളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, പരിശോധനകളായിരിക്കാം ജീവിതത്തിൽ കടന്നു വരുന്നത്. ആ സാഹചര്യം എന്ത് ചെയ്യരുത്? നമ്മൾ ഖിന്നരായി തീരരുത്, നമ്മൾ തളർന്നു പോകരുത്, നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ദൈവം നമ്മോടൊപ്പമുണ്ട്. യേശു കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങളിൽ മറ്റ് ചില കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. രണ്ടാമതായിട്ട് അവൾ സ്ട്രെസ്ഡ് ആയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അനുഭവത്തിലുള്ളതായിരിക്കുന്നു.
യേശു കർത്താവിനെ സൽക്കരിക്കണം. അവളുടെ ചിന്താഗതി അതായിരുന്നു. യേശു കർത്താവിനെ എന്ത് ചെയ്യണം? സൽക്കരിക്കണം. മറ്റൊരു കാര്യം കൂടെ, യേശു കർത്താവ് മാത്രമല്ല, അവനോടൊപ്പമുള്ള 12 പേരെങ്കിലും സൽക്കരിക്കണ്ടേ. വലിയൊരു കൂട്ടം പുരുഷാരമുണ്ട് വേറെ. സ്തോത്രം. അപ്പോൾ എന്തുമാത്രം അവൾ അധ്വാനിച്ചിട്ടുണ്ടാകാം, എന്തുമാത്രം കഷ്ടപ്പെട്ട്. ഇതെല്ലാം അവൾക്ക് തനിയെ സഹിപ്പാൻ കഴിയാതായപ്പോഴാണ് യേശുവിൻ്റെ അടുക്കൽ പരാതിയുമായിട്ട് കടന്നു വരുന്നത്. അവൾ സ്ട്രെസ്ഡ് ആയിപ്പോയി. ദൈവമക്കളെ ഓർത്തുകൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വയ്ക്കാൻ കഴിയാതെ നമ്മൾ തളർന്നു പോകും. ഒരിക്കലും അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരരുത്. അതിനു മുമ്പ് പരിഹാരം വരുത്താൻ കഴിവുള്ളവൻ്റെ പക്കലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊള്ളണം. പലപ്പോഴും നമുക്ക് മുൻപോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാതെ നിരാശപ്പെട്ട് തളർന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥകളുണ്ട്. ഇതെങ്ങനെങ്കിലും ആയി തീർന്നോട്ടെ, ഇതുകൊണ്ട് ഞാൻ അവസാനിക്കുകയുള്ളൂ, സ്തോത്രം എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ജീവിതത്തിൽ ആ പ്രതികൂല സാഹചര്യങ്ങൾ കൂടെ മുൻപോട്ട് പോയി നമ്മളെ തന്നെ നിരാശപ്പെടുത്തി കളയാതെ എൻ്റെ ഈ സ്ട്രെസ്സിന് പരിഹാരം വരുത്താൻ, ഞാൻ കടന്നു പോകുന്ന ഈ ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങൾ, ഞാൻ കടന്നു പോകുന്ന അത്രമാത്രം ബദ്ധപ്പാടിൻ്റെ അനുഭവങ്ങൾ, അതൊക്കെ മാറ്റിത്തരുവാൻ കഴിവുള്ള ഒരു കർത്താവ് എന്നോടൊപ്പമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു. നമ്മൾ മുൻപോട്ട് ജീവിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും നമ്മളെ മുൻപോട്ട് ജീവിപ്പാൻ നമ്മളെ പര്യാപ്തമാക്കുന്നത് നമ്മുടെ കർത്താവ് ജീവിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. ആ ഒരു ധൈര്യം, ആ ഒരു ബലമാ നമ്മളെ ഓരോ ദിവസവും മുൻപോട്ട് നടത്തുന്നത്. മൂന്നാമത്തെ കാര്യം ഇവിടെ പഠിക്കുമ്പോൾ അവൾ എന്ത് ചെയ്തെന്നറിയാമോ? അവൾ ആത്മീയമായി ശൂന്യമുള്ളവളായിരുന്നു. ആത്മീയമായി ശൂന്യതയുള്ളവൾ. മറിയ എന്താ ചെയ്തേ? യേശു കർത്താവ് വന്നപ്പോൾ അവൾ മറ്റൊരു കാര്യവും ചിന്തിച്ചില്ല. അവൾ യേശു കർത്താവിൻ്റെ പാദപീഠത്തിൽ ചെന്നിരുന്ന് അവൻ്റെ വചനം തിരുവായ് മൊഴികൾ ശ്രമിപ്പാനിടയായി. സ്തോത്രം. അതുകൊണ്ട് അവസാന വാക്യത്തിൽ പറയുന്നത്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് എന്ത് ചെയ്യില്ല, അപഹരിച്ചു കളയത്തില്ല. സ്തോത്രം. മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നീ പലതിനെ ചൊല്ലി ഒരുപക്ഷെ നീ അഭിമുഖീകരിക്കുന്ന ജനസമൂഹത്തെ നിനക്ക് കൈകാര്യം ചെയ്യുവാൻ, അവരുടെ മുമ്പിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ നിനക്ക് പ്രാപ്തിയില്ലെന്ന് തോന്നിയേക്കാം. ജനസമൂഹം മുഴുവൻ നിന്നെ കല്ലെറിയാൻ നിനക്കെതിരായി നിന്ന് ശബ്ദമുയർത്തുമ്പോൾ ഇന്ന് പകൽവേള ഓർത്തുകൊള്ളണമേ, അതിൻ്റെ നടുവിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. വലിയൊരു ജനസമൂഹം നിനക്കെതിരായി തീർന്നാലും, വലിയൊരു കൂട്ടം നിനക്ക് മുമ്പോട്ടുള്ള ഗമനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിനക്കെതിരായി നിന്നാലും, ഇന്ന് പകൽവേള ഓർത്തുകൊള്ളണമേ, അവരല്ല എൻ്റെ ഭാവി നിശ്ചയിക്കുന്നത്. അവരല്ല എൻ്റെ മുൻപോട്ടുള്ള ഗമനത്തെ അതിനെ തീരുമാനമെടുക്കുന്നത്. എന്റെ മുൻപോട്ടുള്ള ഗമനത്തിന് എന്നെ മുൻപോട്ട് നയിക്കുന്നത് എന്റെ ദൈവമാ. എന്റെ മുൻപോട്ടുള്ള ഭാവിയെ തീരുമാനിക്കുന്ന കർത്താവ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒരു വലിയൊരു ജനസമൂഹം എതിരായിക്കൊള്ളട്ടെ, നീ ഒറ്റപ്പെട്ടു കൊള്ളട്ടെ, പക്ഷെ എൻ്റെ ഭാവി എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നമുക്കറിയാം, യേശു കർത്താവ് മുമ്പോട്ട് പോകുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ബന്ധത്തിൽ താനായൊരു ഭൂമിയിലായിരുന്നപ്പോൾ തന്നോടൊപ്പം വലിയൊരു കൂട്ടം ജനം മുൻപോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല, നിയമങ്ങൾ പലപ്പോഴും പലരെയും തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. രക്തസ്രാവക്കാരിത്തിയായ സ്ത്രീ, അവൾ നോക്കുമ്പോൾ ജനസമൂഹം അവൾക്കെതിരാ, പ്രമാണം അവർക്കെതിരാ. പക്ഷേ അവളുടെ ജീവിതത്തിൽ ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഞാൻ
ഇപ്പോൾ നേരെ ചെന്നാൽ ഒരുപക്ഷെ ജനമെന്നെ കല്ലെറിഞ്ഞു കൊന്നേക്കാം. പോയില്ലെങ്കിൽ ഈ രോഗാവസ്ഥ എന്നെ ഈ ലോകത്തുനിന്ന് മാറ്റിയേക്കാം. രണ്ടിൽ ഏതും സംഭവിക്കാം. ജനസമൂഹം കല്ലെറിയോ, രോഗാവസ്ഥ എന്നെ ലോകത്തുനിന്ന് മാറ്റിക്കളയോ ചെയ്യാം. പക്ഷേ എൻ്റെ യേശുവിൻ്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ, എൻ്റെ യേശുവിൻ്റെ അടുക്കൽ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ, എൻ്റെ പ്രശ്നം യേശുവിൻ്റെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കപ്പെട്ടാൽ, എൻ്റെ പ്രതിസന്ധി യേശുവിൻ്റെ മുമ്പിൽ അവനൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്റെ പ്രശ്നത്തിന് പരിഹാരമായി ഈ ജനസമൂഹത്തിന് എന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിയുകയില്ല. ഈ ജനസമൂഹത്തിന്റെ കയ്യിലേക്ക് അവനെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയില്ല. എന്റെ പ്രാണന്റെ, എന്റെ മുൻപോട്ടുള്ള ഭാവിയുടെ ഹല്ലേലൂയ സ്തോത്രം തീരുമാനമെടുക്കുന്നത് ഈ ജനസമൂഹമല്ല. എന്റെ ആയുസിന്റെ അറുതിയെ കുറിച്ച് തീരുമാനമെടുക്കുന്നത് ഈ ജനസമൂഹമല്ല. എന്നെ കുറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരുവനുണ്ട്, എന്നെ കുറിച്ച് ചിന്തയുള്ള ഒരുവനുണ്ട്. അവനാണ് എന്റെ ഭാവിയെ നിർണയിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽവേള നമ്മെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? മൂന്നാമത്തെ കാര്യം ഞാൻ ഓർപ്പിച്ചു. മാർത്തയുടെ ജീവിതത്തിലുണ്ടായിരുന്നത് ശൂന്യതയുടെ അനുഭവം. പക്ഷെ മറിയോ ദൈവസന്നിധാനത്തിലിരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്തു. അതാരും അവളോട് അപഹരിക്കാത്ത വിധത്തിൽ. മാർത്തയുടെ ജീവിതത്തിലെ ശൂന്യത പക്ഷെ മറിയുടെ ജീവിതത്തിലെ നിറവായി. സ്തോത്രം. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. നമ്മൾ പലപ്പോഴും പരിഭവവും പരാതിയും പറഞ്ഞ് നമ്മുടെ സമയങ്ങൾ മുൻപോട്ട് തള്ളി നീക്കി നമ്മൾ തന്നെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങൾ ഓർപ്പിക്കേണ്ടത്, മക്കളെ, പരിഭവവും പരാതിയും പറഞ്ഞ് നമ്മൾ നമ്മുടെ സമയങ്ങളെ നഷ്ടപ്പെടുത്തുകയല്ല. നമ്മുടെ ഭാവിയെക്കുറിച്ച് കരുതലുള്ള, നമ്മുടെ ഭാവിയെക്കുറിച്ച് നിർണയമുള്ള, നമ്മുടെ ആയുസ്സിനെക്കുറിച്ച് നിർണയമുള്ള, നമ്മെക്കുറിച്ച് ചിന്തയുള്ള, അല്ല ഈ ലോകത്തിലെ ആർക്കും നമ്മെക്കുറിച്ച് ചിന്തയില്ലെങ്കിലും, അല്ല നമ്മുടെ കുടുംബത്തിൽ നമ്മെക്കുറിച്ച് ചിന്തയില്ലെങ്കിൽ, നമ്മുടെ മക്കൾക്ക് നമ്മെക്കുറിച്ച് ചിന്തയില്ലെങ്കിൽ, നമ്മുടെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് ചിന്തയില്ലെങ്കിൽ, ഇന്ന് രാവിലെ സമയം ഓർപ്പിക്കട്ടെ, നിന്നെ കുറിച്ച് ചിന്തയുള്ള ഒരുവനുണ്ട്. ഈ ലോകം അങ്ങനെ പ്രതികരിക്കുകയുള്ളൂ. ഈ ലോകത്തിന്റെ സ്വഭാവം അതാ. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം വ്യത്യസ്തതയുള്ളതാ. സ്തോത്രം. അവന്റെ അല്ലെങ്കിൽ സന്നിധാനത്തിൽ അടുത്ത് ചെല്ലുന്ന, അവനോട് അടുത്ത് ചെല്ലുന്ന ഏതൊരു വ്യക്തിയെയും അവൻ നിരാശരായി കൈവിടുകയില്ല. സ്തോത്ര. ഈ ദിവസങ്ങൾ നമ്മുടെ ആത്മീയ ശൂന്യതയൊക്കെ ഒന്ന് മാറട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ ഒന്ന് മാറട്ടെ, അല്ല നമ്മുടെ ജീവിതത്തിലെ പരിഭവങ്ങളും പരാതികളും ഒന്ന് മാറട്ടെ, അല്ല ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് നമുക്കൊന്ന് അടുത്ത് ചെല്ലുവാനിടയാകട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ട് കൊള്ളുവീൻ. നമ്മുടെ തലകളെ വടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മെ ഒന്ന് ശോധന ചെയ്യാം. നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയുമുള്ളതാകട്ടെ, ഏത് വിധേനയുമുള്ളതാകട്ടെ, അതിലെല്ലാം പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നാം അങ്ങനെയുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കൂട്ടം ജനമോ അല്ലെങ്കിൽ ഒരു കൂട്ടം നിയമങ്ങളോ അല്ല നമ്മുടെ ഭാവിയെ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള വിധി എഴുതി വയ്ക്കുന്നത്, നിർണയിക്കുന്നത് നമ്മുടെ ദൈവമാ. നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ഊറ്റി തന്ന് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവാണ് നമ്മുടെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാമല്ലോ. ഹല്ലേലൂയ. പാട്ട് സഹോദരന്മാർ മുമ്പോട്ട് കടന്നു വരാം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൻ്റെ മേശയിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട ദയവായി മുമ്പോട്ട് കടന്നു വരാം. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾ നമുക്കൊന്ന് ധ്യാനിപ്പാനിടയാകട്ടെ. നമുക്ക്